ഹായ് ഓൾ, ഇന്ന് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത് ബോട്ടണിയിലെ 4th മൊഡ്യൂൾ ആയിട്ടുള്ള എൻവയറമെന്റ് ആൻഡ് ഹെൽത്തിലെ 25th ചാപ്റ്റർ ആയിട്ടുള്ള പ്രിൻസിപ്പിൾസ് ഓഫ് എക്കോളജി ആണ്. ഫസ്റ്റ് നമുക്ക് എക്കോളജി എന്താണെന്ന് നോക്കാം. എക്കോളജി എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഇസ് എ സയന്റിഫിക് സ്റ്റഡി ഓഫ് റിലേഷൻഷിപ്പ് ആൻഡ് ഇന്ററാക്ഷൻ ബിറ്റ്വീൻ ഓർഗാനിസംസ് ആൻഡ് എൻവയറമെന്റ്. നമ്മുടെ എൻവയറമെന്റ്, നമ്മുടെ പ്രപഞ്ചത്തിൽ കുറെ ജീവജാലങ്ങൾ ഉണ്ടാവും. അപ്പൊ ഈ ജീവജാലങ്ങളും അതായത് ഓർഗാനിസംസും അതേപോലെ തന്നെ എൻവയറമെന്റും തമ്മിൽ എന്തുണ്ട്? ഒരു റിലേഷൻ ഉണ്ട്, ഒരു ബന്ധമുണ്ട്, ഒരു ഇന്ററാക്ഷൻ ഉണ്ട്. അതിനെ നമ്മൾ ശാസ്ത്രീയമായി പഠിക്കുന്നതിനെയാണ് എക്കോളജി എന്ന് പറയുന്നത്. നെക്സ്റ്റ്, നമ്മുടെ ലൈഫിന്റെ ഓർഗനൈസേഷന്റെ വേരിയസ് ലെവൽസിനെ കുറിച്ച് നമുക്ക് നോക്കാം. ആദ്യം ജീനാണ്. ജീൻ എന്തായിട്ട് മാറും? സെല്ലായിട്ട് മാറും. ഈ സെല്ല് ഓർഗൻ ആവും, അത് ഓർഗാനിസം ആവും, പിന്നെ അത് സ്പീഷീസ് ആവും, പോപ്പുലേഷൻ ആവും, കമ്മ്യൂണിറ്റി ആവും, എക്കോസിസ്റ്റം, ബയോം, ബയോസ്ഫിയർ. ഇതാണ് എന്ത്? ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ഓഫ് ലൈഫ് എന്ന് പറയുന്നത്. അടുത്ത എന്താണ് സ്പീഷീസ്? സ്പീഷീസ് എന്ന് പറയുമ്പോൾ അതൊരു ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസംസ് ആണ്. അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇന്റർബ്രീഡ് ചെയ്തിട്ട് ഓഫ് സ്പ്രിങ്സിനെ ഉണ്ടാക്കാനുള്ള ഒരു കഴിവ്, ഒരു എബിലിറ്റി ഉണ്ടാവും. അതാണ് സ്പീഷീസ് എന്ന് പറയുന്നത്. അപ്പൊ സ്പീഷീസ് എന്ന് പറയുന്നത് ഒരേ ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസംസ് ആയിരിക്കും, സെയിം ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസംസ് ആയിരിക്കും. അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇന്റർബ്രീഡ് ചെയ്തിട്ട് ഓഫ് സ്പ്രിങ്സിനെ ഉണ്ടാക്കാനുള്ള ഒരു കഴിവുണ്ടാവും. അതാണ് സ്പീഷീസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് നോക്കുന്നത് പോപ്പുലേഷൻ. എന്താണ് പോപ്പുലേഷൻ? പോപ്പുലേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് ഫ്രീലി ഇന്റർബ്രീഡിംഗ് ഇൻഡിവിജ്വൽസ് ഓഫ് സെയിം സ്പീഷീസ് പ്രസന്റ് ഇൻ എ സ്പെസിഫിക് ജിയോഗ്രാഫിക്കൽ ഏരിയ അറ്റ് എ ഗിവൺ ടൈം. ഒരു പെർട്ടിക്കുലർ ടൈമിൽ, ഒരു ഗിവൺ ടൈമിൽ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ജിയോഗ്രാഫിക്കൽ ഏരിയ, ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഏരിയയിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസംസ്, അതെങ്ങനെയായിരിക്കണം? സെയിം ആയിട്ടുള്ള ഗ്രൂപ്പ് ഓഫ് സെയിം സ്പീഷീസിലുള്ള ഓർഗാനിസംസ് അവർ എന്ത് ചെയ്യുന്നുണ്ട്? ഇന്റർബ്രീഡ് ചെയ്യുന്നുണ്ട്. അതിനെയാണ് പോപ്പുലേഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ ഇവിടെ നമുക്ക് പോപ്പുലേഷന് രണ്ട് ഗ്രോത്ത് കർവുകളാണ് ഉള്ളത്. ഒന്ന് ജെ ഷേപ്ഡ് ഗ്രോത്ത് കർവും ഉണ്ട്, പിന്നെ ഒന്ന് എസ് ഷേപ്ഡ് ഗ്രോത്ത് കർവ് അല്ലെങ്കിൽ സിഗ്മോയിഡ് ഗ്രോത്തും ഉണ്ട്. അതിലാദ്യം നമുക്ക് ജെ ഷേപ്ഡ് ഗ്രോത്ത് എന്താണെന്ന് നോക്കാം. ജെ ഷേപ്ഡ് ഗ്രോത്ത് എന്ന് പറയുന്നത് എന്താണ്? അവരുടെ പോപ്പുലേഷൻ, അവരുടെ റീപ്രൊഡക്ഷനെ എന്ത് അഫക്ട് ചെയ്യുന്നുണ്ട്? നമ്മുടെ എൻവയറമെന്റൽ ഫാക്ടേഴ്സ് അഫക്ട് ചെയ്യുന്നുണ്ട്. ഏതൊക്കെ എൻവയറമെന്റൽ ഫാക്ടേഴ്സ് ആണ്? ലൈറ്റ്, ടെമ്പറേച്ചർ, റെയിൻഫോൾ, ഇങ്ങനത്തെ എൻവയറമെന്റൽ ഫാക്ടേഴ്സും ഇവരുടെ ഗ്രോത്തിനെ എഫക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇങ്ങനത്തെ അവർക്ക് ഫേവറബിൾ ആയിട്ടുള്ള കണ്ടീഷൻസ്, എൻവയറമെന്റൽ കണ്ടീഷൻ ആകുമ്പോൾ അവരുടെ ഗ്രോത്ത് എന്ത് ചെയ്യും? നല്ല രീതിക്ക് കൂടും. അവർ ഗ്രോത്ത് റാപ്പിഡ് ആയിട്ട് ഇൻക്രീസ് ചെയ്യും. റാപ്പിഡ് ആയിട്ട് ഇൻക്രീസ് ചെയ്തിട്ട് ഒരു പീക്കിലെത്തുമ്പോൾ ഇവരുടെ എന്തെങ്കിലും ഇവിടെ എൻവയറമെന്റൽ ഫാക്ടേഴ്സിന് അൺഫേവറബിൾ ആയിട്ടുള്ള എൻവയറമെന്റൽ ഫാക്ടേഴ്സ് ആകുമ്പോൾ എന്ത് ചെയ്യും? ഈ ഗ്രോത്ത് അങ്ങനെ ഡിക്ലൈൻ ചെയ്യും. സഡൻ ആയിട്ടുള്ള ക്രാഷ് അല്ലെങ്കിൽ അങ്ങനെ ഇത്രയും പീക്കിൽ എത്തിയിട്ടുള്ള ഗ്രോത്ത് ഡിക്ലൈൻ ചെയ്യും. അതാണ് എന്ത്? ജെ ഷേപ്ഡ് ഗ്രോത്ത് കർവ് എന്ന് പറയുന്നത്. അതിന്റെ എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പറയുന്നത് ഇൻസെക്ട്സിന്റെ ഒക്കെ ഗ്രോത്ത് ആണ്. പിന്നെ നെക്സ്റ്റ് പറയുന്നത് എസ് ഷേപ്ഡ് ഗ്രോത്ത് അല്ലെങ്കിൽ സിഗ്മോയിഡ് ഗ്രോത്ത് ആണ്. എസ് ഷേപ്ഡ് ഗ്രോത്ത് അല്ലെങ്കിൽ സിഗ്മോയിഡ് ഗ്രോത്തിൽ 3 ഫേസസ് ആണ് ഉള്ളത്. ഒന്ന് ലാഗ് ഫേസ് ഉണ്ട്, ഗ്രോത്ത് ഫേസ് ഉണ്ട്, സ്റ്റേബിൾ ഫേസ് ഉണ്ട്. അതിൽ ലാഗ് നമുക്ക് കേൾക്കുമ്പോൾ തന്നെ അറിയാം, ലാഗ് ആണ്. അവരുടെ ഗ്രോത്ത് എങ്ങനെയാണ്? ഭയങ്കര ലാഗ് ആയിട്ടായിരിക്കും ഉണ്ടാവുക. അതായത് നേറ്റാലിറ്റി ആൻഡ് മോർട്ടാലിറ്റി. നേറ്റാലിറ്റി എന്ന് പറയുമ്പോൾ ജനന നിരക്ക്, മോർട്ടാലിറ്റി എന്ന് പറയുമ്പോൾ മരണനിരക്ക്. ഈ നേറ്റാലിറ്റി മോർട്ടാലിറ്റി എന്താണ്? ഏകദേശം ഈക്വൽ ആയിരിക്കും. അപ്പൊ അവിടെ എന്തുണ്ടാവില്ല? ഗ്രോത്തിൽ പ്രത്യേകിച്ചും കൂടുതലൊന്നും ഉണ്ടാവില്ല. ജസ്റ്റ് എന്താണ്? ലാഗ് ഫേസ് ആയിരിക്കും. പിന്നെ നെക്സ്റ്റ് പറയുന്നതാണ് ഗ്രോത്ത് ഫേസ്. ഗ്രോത്ത് ഫേസ് എന്ന് പറയുമ്പോൾ എന്താണ്? ഗ്രോത്ത് നന്നായിട്ട് ഉണ്ടാവുന്ന ഒരു ഫേസ് ആണ് ഗ്രോത്ത് ഫേസ് എന്ന് പറയുന്നത്. അതായത് അവർക്ക് അബണ്ടന്റ് ആയിട്ടുള്ള ഫുഡും പ്രത്യേകിച്ച് കോമ്പറ്റീഷനും ഒന്നും ഉണ്ടാവില്ല. നല്ല ഫുഡൊക്കെ ഉണ്ടാവുമ്പോൾ എന്തുണ്ടാവും? പെട്ടെന്ന് അവർക്ക് റീപ്രൊഡ്യൂസ് ചെയ്യാനും ഗ്രോത്ത് കൂടാനുമുള്ള സാധ്യത ഉണ്ടാവും. അതാണ് ഗ്രോത്ത് ഫേസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പറയുന്ന ഫേസ് ആണ് സ്റ്റേബിൾ ഫേസ്. സ്റ്റേബിൾ ഫേസിൽ എന്തായിരിക്കും? ഇവൻച്വലി കാലക്രമേണ അവർക്ക് എന്താണ്? ഫുഡിന്റെ ഒക്കെ അളവ് ലിമിറ്റ് ചെയ്യും. നമ്മൾ ഗ്രോത്ത് ഫേസിൽ എന്താണ്? ഫുഡും അബണ്ടന്റ് ആയിട്ടുള്ള ഒരു ഫുഡും ഉണ്ടാവും, കോമ്പറ്റീഷൻ ഒന്നും ഇല്ല എന്ന് പറഞ്ഞു. എന്നാൽ സ്റ്റേബിൾ ഫേസിലും ഇവൻച്വലി കാലക്രമേണ അവരുടെ എന്തുണ്ടാവും? ഫുഡും വാട്ടറിന്റെ സോഴ്സസ് ഒക്കെ ലിമിറ്റ് ചെയ്യും. അപ്പൊ ലിമിറ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഈ ഉണ്ടായ ഗ്രോത്ത് സ്റ്റേബിൾ ആയിട്ട് പോകും. അപ്പൊ നമ്മൾ എസ് ഷേപ്ഡ് കർവിൽ അല്ലെങ്കിൽ സിഗ്മോയിഡ് കർവിൽ 3 ഫേസ് ആണ് പറയുന്നത്. ലാഗ് ഫേസ്, ഗ്രോത്ത് ഫേസ്, സ്റ്റേബിൾ ഫേസ്. ലാഗ് ഫേസ് എന്താണ്? ഭയങ്കര ലാഗ് ആയിരിക്കും അവിടെ ഗ്രോത്ത്. നേറ്റാലിറ്റി മോർട്ടാലിറ്റി എന്താണ്? ഈക്വൽ ആയിരിക്കും. അപ്പൊ അവർക്ക് പ്രത്യേകിച്ച് എന്തുണ്ടാവില്ല? ഗ്രോത്ത് ഉണ്ടാവില്ല. പക്ഷെ ഗ്രോത്ത് ഫേസിൽ എന്താണ്? അവർക്ക് അബണ്ടന്റ് ആയിട്ടുള്ള ഫുഡും കോമ്പറ്റീഷൻ ഒന്നും ഉണ്ടാവില്ല. അപ്പൊ അവർക്ക് ഗ്രോത്ത് നന്നായിട്ട് കൂടും. പിന്നെ സ്റ്റേബിൾ ഫേസ്, അവിടെ സ്റ്റേബിൾ ആയിട്ടായിരിക്കും ഉണ്ടാവുക, പ്രത്യേകിച്ച് ഇൻക്രീസ് ഒന്നും ഉണ്ടാവില്ല. ഇതാണ് ഗ്രോത്ത്. പോപ്പുലേഷൻ എന്താന്ന് പറഞ്ഞു, അതേപോലെ 2 ഗ്രോത്ത് കർവുകൾ എന്താന്ന് നമുക്ക് പറഞ്ഞു. ഇനി നെക്സ്റ്റ് നമുക്ക് പറയുന്നത് നമ്മുടെ ലൈഫ്, നമ്മുടെ എർത്ത്, ഭൂമിയിൽ ലൈഫ് സപ്പോർട്ട് ചെയ്യുന്ന 3 ഫിസിക്കൽ സിസ്റ്റംസ് ഏതൊക്കെയാണെന്നാണ്. ഒന്ന് അറ്റ്മോസ്ഫിയർ, ലിത്തോസ്ഫിയർ, ഹൈഡ്രോസ്ഫിയർ. ഈ 3 നമ്മുടെ എർത്തില് ലൈഫ് സപ്പോർട്ട് ചെയ്യുന്ന 3 ഫിസിക്കൽ സിസ്റ്റം.